ആക്രമണമുണ്ടാകുമെന്ന മുന്നറിയിപ്പിന് പിന്നാലെ ഇസ്രയേലിന്റെ ചരക്ക് കപ്പൽ പിടിച്ചെടുത്ത് ഇറാൻ. ഹോർമുസ് കടലിനടുത്ത് MSC ഏരീസ് എന്ന കപ്പലാണ് പിടിച്ചെടുത്തത്. ദുബായിലേക്ക് പോവുകയായിരുന്ന കപ്പലിനെ ഇറാൻ തീരസേനയും റവല്യൂഷണറി ഗാർഡും വളയുകയായിരുന്നു. കപ്പലിൽ 2 മലയാളികൾ ഉൾപ്പെടെ ഇന്ത്യക്കാർ ഉണ്ട് എന്നാണ് റിപ്പോർട്ട്. സുബി വിശ്വനാഥൻ വിവരങ്ങളുമായി ചേരുകയാണ്. സുബി, വീണ്ടും ഒരു യുദ്ധഭീതിയിൽ ആയിരിക്കുന്നു ലോകം. എന്താണ് സാഹചര്യം? ഇത് കപ്പൽ പിടിച്ചെടുത്തത് എന്തിന്റെ സൂചനയാണ്? എന്താണ് ഇരു രാഷ്ട്രങ്ങളുടെയും ഇക്കാര്യത്തിലുള്ള നിലപാട്? ഒപ്പം 2 മലയാളികൾ ഉൾപ്പെടെ ഈ കപ്പലിലുണ്ട് എന്നത് വലിയ ആശങ്കപ്പെടുത്തുന്നതാണ്. ഇവരെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ് ലഭ്യമായിട്ടുള്ളത്? രേണുക, ഇസ്രായേലും ഇറാനും തമ്മിലുള്ള സംഘർഷം വർദ്ധിക്കുന്നതിന്റെ ഒരു സൂചനയാണ് ഇത് എന്ന് നമുക്ക് പറയാം. സാറ്റർഡേ, ഇന്ന് ശനിയാഴ്ച രാവിലെയാണ് ഈ കപ്പൽ പിടിച്ചെടുത്തിരിക്കുന്നത്. ഇസ്രായേലി പൗരന്റെ ഉടമസ്ഥതയിലുള്ളതാണ് ഈ കപ്പൽ. ആ കപ്പലാണ് ഇറാനിയൻ സുരക്ഷാ സേന, ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ്സ് പിടിച്ചെടുത്തിരിക്കുന്നത്. ഈ കപ്പലിൽ 2 മലയാളികൾ ഉണ്ട് എന്നതാണ് ഉൾപ്പെടെ 2 മലയാളികൾ ഉൾപ്പെടെ ഇന്ത്യക്കാർ ഉണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. UAE-യിൽ നിന്ന് നവസേവ തുറമുഖത്തേക്ക്, മുംബൈയിലെ നവസേവ തുറമുഖത്തിലേക്ക് വരികയായിരുന്നു കപ്പൽ. അതിനിടയിലാണ് ഫുജൈറയ്ക്ക് സമീപം വെച്ച് ഈ കപ്പൽ പിടികൂടുന്നത്. പ്രധാനമായും കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഇസ്രായേലും ഇറാനും തമ്മിൽ നേരിയ തോതിലുള്ള സംഘർഷങ്ങൾ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചും ഇറാന്റെ ഒരു നയതന്ത്ര ഉദ്യോഗസ്ഥനെ ഇസ്രായേൽ വധിക്കുകയും ചെയ്തിരുന്നു, എയർ സ്ട്രൈക്കിലൂടെ വധിക്കുകയും ചെയ്തിരുന്നു. അതിനുള്ള ഒരു തിരിച്ചടിയായിട്ടാണ് ഇപ്പോൾ കപ്പൽ പിടിച്ചെടുത്തത് എന്നൊരു സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത്. 2 മലയാളികൾ ഉണ്ട് എന്നതാണ് മലയാളികളെ സംബന്ധിച്ച് ഏറ്റവും ആശങ്കയുണ്ടാക്കുന്നത്. കോഴിക്കോട്, പാലക്കാട് നിവാസികളാണ് ഇവർ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഇറാൻ കപ്പൽ പിടിച്ചെടുത്തു എന്ന കാര്യം ഇറാൻ തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട്. സമുദ്രാതിർത്തി ലംഘിച്ചതിനെ തുടർന്നാണ് ഈ കപ്പൽ പിടിച്ചെടുത്തത് എന്നൊരു വിശദീകരണമാണ് ഇറാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. ഏതായാലും അത് എത്രത്തോളം വിശ്വസനീയമാണ് എന്ന കാര്യം നമുക്ക് അല്പസമയത്തിന് ശേഷം മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ. ഏതായാലും ഇറാൻ ഇപ്പോൾ ഇസ്രായേൽ ഉടമസ്ഥതയിലുള്ള ഒരു കപ്പൽ പിടിച്ചെടുത്തിട്ടുണ്ട്. ഒരു ശതകോടീശ്വരന്റെ കപ്പലാണ് പിടിച്ചെടുത്തിരിക്കുന്നത്. ഒരു ചരക്ക് കപ്പലാണ് ഈ കപ്പൽ. ഏരീസ് എന്ന് പറയുന്ന പേരുള്ള കപ്പലാണ് പിടിച്ചെടുത്തിരിക്കുന്നത്. ഇതിൽ 2 മലയാളികൾ ഉൾപ്പെടെ ഇന്ത്യക്കാരാണ് ഉള്ളത്. ഈ മധ്യേഷ്യയിൽ സംഘർഷം വ്യാപിക്കുന്നതിന്റെ ഒരു പശ്ചാത്തലം വർദ്ധിക്കുന്നു എന്നുകൂടിയാണ് ഇത് സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്രായേലും അതുപോലെ തന്നെ ഇറാനും തമ്മിൽ വലിയ തോതിലുള്ള സംഘർഷങ്ങൾ ഉണ്ടായിരുന്നു. ഇസ്രായേലിൽ ജോലി ചെയ്യുന്ന US എംബസിയിലെ ഉദ്യോഗസ്ഥരോട് ഇസ്രായേൽ വിട്ട് മറ്റിടങ്ങളിലേക്ക് പോകരുത് എന്നൊരു അന്ത്യശാസനം അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു. കാരണം ഈ സംഘർഷവും യുദ്ധവും ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് എന്ന് നേരത്തെ തന്നെ മുന്നറിയിപ്പുകൾ നൽകിയ പശ്ചാത്തലമുണ്ട്. ഏതായാലും ഇപ്പോൾ ഇറാൻ ഒരു പടി കൂടെ കടന്നിരിക്കുകയാണ്. ഇസ്രായേൽ പൗരന്റെ ഉടമസ്ഥതയിലുള്ള ഒരു കപ്പൽ പിടിച്ചെടുത്തുകൊണ്ടാണ് ഇറാൻ ഒരു പടി കൂടെ മുന്നോട്ട് കടന്നിരിക്കുന്നത്. ഏതായാലും ഈ കാര്യം ഇറാൻ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇറാൻ പറയുന്നത് സമുദ്രാതിർത്തി ലംഘിച്ചതിനാണ് തങ്ങൾ ഈ കപ്പൽ പിടിച്ചെടുത്തിരിക്കുന്നത് എന്നാണ്. ഏതായാലും കൂടുതൽ വിവരങ്ങൾ ലഭ്യമായി വരുന്നതേ ഉള്ളൂ. ഈ ഇറാൻ ഇക്കാര്യങ്ങൾ സ്ഥിരീകരിച്ചതിന് ശേഷം മേഖലയിൽ കൂടുതൽ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീണ്ടാൽ അതിന്റെ പ്രത്യാഘാതം നേരിടേണ്ടി വരും എന്ന ഇസ്രായേൽ സൈന്യത്തിന്റെ മറുപടിയും പുറത്തു വന്നിട്ടുണ്ട്. എന്താണ് ഇസ്രായേലിന്റെ നീക്കമെന്നാണ് മനസ്സിലാകുന്നത്? ഇറാന്റെ പ്രതികരണം, ഔദ്യോഗിക പ്രതികരണം ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ടോ? രേണുക, ഞാൻ നേരത്തെ പറഞ്ഞു, ഇറാന്റെ പ്രതികരണം വന്നു. സമുദ്രാതിർത്തി ലംഘിച്ചതുകൊണ്ടാണ് ഇസ്രായേൽ പൗരന്റെ കപ്പൽ പിടിച്ചെടുത്തത് എന്നൊരു വിശദീകരണമാണ് ഇറാൻ നൽകിയിരിക്കുന്നത്. പക്ഷേ ഇസ്രായേൽ പറയുന്നത് അതല്ല എന്ന രീതിയിലുള്ള പ്രതികരണങ്ങളാണ് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഒപ്പം തന്നെ വലിയ കനത്ത തിരിച്ചടി ഉണ്ടാകും എന്നൊരു പ്രതികരണവും ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി പ്രത്യേകിച്ചും ഈ ഗാസയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലാണ് ഇസ്രായേലും ഇറാനും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ രൂക്ഷമാകുന്നത്. അതിനുശേഷം തുടർച്ചയായി ഇരു രാജ്യങ്ങളും തമ്മിൽ വലിയ തോതിലുള്ള അഭിപ്രായ ഭിന്നതകളും ആക്രമണങ്ങളും നടന്നു വരുന്നുണ്ടായിരുന്നു. അതിനിടയിലാണ് ഇറാന്റെ ഒരു ഉദ്യോഗസ്ഥനെ എയർ സ്ട്രൈക്കിലൂടെ ഇസ്രായേൽ കൊലപ്പെടുത്തുന്നത്. അതിനുള്ള തിരിച്ചടിയായിട്ടാണ് ഇപ്പോൾ കപ്പൽ പിടിച്ചെടുത്തിരിക്കുന്നത് എന്നൊരു വിശദീകരണം അല്ലെങ്കിൽ ആ ഒരു സൂചനയാണ് നമുക്ക് ലഭ്യമാകുന്നത്. പക്ഷേ അത് അക്കാര്യത്തിൽ ആ രീതിയിലുള്ള ഒരു പ്രതികരണം ഇറാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. പക്ഷേ ഇറാൻ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇത് സമുദ്രാതിർത്തി ലംഘിച്ചതുകൊണ്ട് മാത്രമാണ് ഇത്തരത്തിൽ ഒരു ഓപ്പറേഷൻ, ഇത്തരത്തിൽ കപ്പൽ പിടിച്ചെടുക്കുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നത് എന്നൊരു വിശദീകരണമാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇസ്രായേൽ കടുത്ത നടപടി ഉണ്ടാകും എന്നൊരു മുന്നറിയിപ്പും ഇപ്പോൾ നൽകിയിട്ടുണ്ട്. ശരി, മേഖലയിൽ യുദ്ധഭീതി ഉടലെടുത്തിരിക്കുന്നു എന്നതാണ്
ഇപ്പോഴത്തെ സാഹചര്യം സുബി വിശ്വനാഥാണ് വാർത്തയിലെ വിശദാംശങ്ങൾ നൽകിയത്. പിടിച്ചെടുത്ത കപ്പലിൽ 2 മലയാളികൾ ഉണ്ട് എന്നത് മലയാളികളെ സംബന്ധിച്ചും ആശങ്കയുള്ളാക്കുന്ന കാര്യമാണ്. കൂടുതൽ വിവരങ്ങൾ അറിവാകുന്നതേയുള്ളൂ.